കട്ട് ചെയ്തല്ലേ ഓണാകാത്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ തല്ലി 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 ഓണാക്കുക. അയ്യോ ഹേ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് ഉണ്ട്. നമുക്കത് എന്താ നോക്കിയാലോ. ഗായ്സ്, നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ് ഇതുപോലത്തെ വാട്ടർ ഡിസ്പെൻസർ. നമ്മൾ ആവശ്യക്കാർക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ഡിസ്പെൻസർ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഒരു കൈ ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്ന് വെള്ളം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. സോ നമുക്കതൊന്ന് ഓട്ടോമാറ്റഡ് ആക്കിയാലോ. എങ്ങനെ നോക്കാം. മെയിനായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് ആർഡിനോ ബോർഡ്. ഇത് അൾട്രാസോണിക് സെൻസർ. പിന്നെ നമുക്കൊരു സെർവോ മോട്ടർ കൂടി ആവശ്യമുണ്ട്. നമ്മളിനി നമ്മുടെ ഈ സെർവോ മോട്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ഈ ഒരു പൈപ്പിന്റെ അടുത്തായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഈർപ്പയോ അല്ലെങ്കിൽ നൂലോ കയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെർവോ മോട്ടറിന്റെ ഈ അറ്റത്തായിട്ട് ഇതുപോലത്തെ ഒരു കോമ്പണന്റ് കാണാൻ പറ്റും. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്. അപ്പം അതിൽ ഈ ഈർപ്പ നമ്മൾ എന്ത് ചെയ്യണം, കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഈ മേളിലായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെർവോ മോട്ടർ ടേൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു പൈപ്പിനെ എന്ത് ചെയ്യും, താത്തും. അപ്പോൾ വെള്ളം വരും. എങ്ങനെ നോക്കാം. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പൈപ്പിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഹീറ്റ് ആക്കുക. എന്നിട്ടൊരു ഹോൾ ഇടാം. നമ്മളങ്ങനെ കെയർഫുള്ളായിട്ട് മെല്ലെ ഹോൾ ഇടുക. ഇതുപോലെ ഹോളായി കിട്ടും. കൈയൊക്കെ പൊള്ളാതെ നോക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഈർപ്പ ഈ ഹോളിൻ്റെ മുകളിലൂടെ ഇടണം. അയ്യോ, കയറുന്നില്ലല്ലോ. ഓക്കെ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സെർവോ മോട്ടറിൻ്റെ ഈ ഒരു കോമ്പണൻറ്റ്, ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇതിവിടെ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ ഒരു സിസർ എടുത്തിട്ട് നമുക്ക് ഈ വേണ്ടാത്ത പോർഷൻ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ട്. എന്നിട്ട് ഇത്ര വലുപ്പം നമുക്ക് വേണ്ട, ഇത് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഈ ഫോം ഷീറ്റിൻ്റെ ഈ ഒരു ചെറിയ പീസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ അൾട്രാസോണിക് സെൻസർ ഇതിൽ ഒട്ടിച്ച് വെക്കണം. ഇത് നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിലായിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഏതു സാർ ഒട്ടിക്കണം. എന്റെ കിട്ടിയപ്പോഴാണ് വർക്ക് ചെയ്യാതെ വെക്കുന്നത്. കത്തുന്നില്ലേ, ഓടാന്നില്ലേ? ഇല്ലടാ, നോക്കിയാ പച്ച ലൈറ്റ് എത്തുമ്പോ അടിച്ചുപോയി. ഓണാകാത്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ തല്ലി 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 ഓണാക്കും. നാട്ടുകാരെ, വിഷമം വാർത്ത ചെയ്യാൻ ഇത് വർക്കാവില്ല. വേറെ എന്തെങ്കിലും ചെയ്യാം. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്ന ടൈമിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ സെർവോ ടേൺ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ നമ്മുടെ അൾട്രാസോണിക് സെൻസർ വർക്കിംഗ് ആണ്. നമ്മളിവിടുന്ന് ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത അൾട്രാസോണിക് സെൻസറാണ്. സോ നമ്മൾ ഈ സെൻസർ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാം. നമ്മുടെ ആർഡിനോ ബോർഡ് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിലൊരു കോഡ് അപ്ലോഡ് ചെയ്യാനുണ്ട് ആർഡിനോയുടെ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് DM ചെയ്താൽ മതി, ഞങ്ങളത് അയച്ചു തരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, കുറച്ച് ഇനി എന്തൊക്കെ ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ടെസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം. അതെ പൈസ നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെ കുറേ ഫെയിലിയറുകൾക്ക് അപ്പുറം ഇപ്പം നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം.
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നോമ്പില്ല ആൾക്കാർ ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ ഗൈസ്. ഇതുപോലെ ആവില്ലെങ്കിൽ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. Bye Okay, bye. bye.